Good morning, everybody. Calicut University BA English Language and Literature അഞ്ചാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള മെത്തഡോളജി ഓഫ് ലിറ്ററേച്ചർ എന്ന പേപ്പറാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പേപ്പറാകുന്നു മെത്തഡോളജി ഓഫ് ലിറ്ററേച്ചർ. ലിറ്ററേച്ചർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതിൻ്റെ മെത്തഡോളജി പഠിച്ചിരിക്കൽ വളരെ അത്യാവശ്യമാണ്. എങ്ങനെയാണ് ലിറ്ററേച്ചറിനെ അവലോകനം ചെയ്യുന്നത്, അതിൻ്റെ മാനദണ്ഡങ്ങൾ, ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങൾ, തിയറികൾ എന്തൊക്കെയാണ് എന്നതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു പേപ്പറാകുന്നു ഇത്. സാധാരണ വിദ്യാർത്ഥികൾ വളരെ പ്രയാസകരമായിട്ടാണ് ഈ ഒരു സബ്ജക്റ്റിനെ കാണൽ. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ സബ്ജക്റ്റ് മനസ്സിലാകുന്ന രൂപത്തിലാണ് ഈ ക്ലാസ് സംവിധാനം ചെയ്തിരിക്കുന്നത്. എല്ലാവരും കൃത്യമായി കേൾക്കുകയും ഇതിൻ്റെ സ്ലൈഡുകൾ പിന്തുടരുകയും അതേപോലെ തന്നെ ടെക്സ്റ്റുകൾ ഒരാവർത്തി വായിച്ചു നോക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നതാണ്. ശേഷം നിങ്ങൾ PGക്ക് പഠിക്കുന്ന സമയത്തും അതേപോലെ തന്നെ PSC എക്സാമുകൾക്കൊക്കെ തയ്യാറാകുന്ന സമയത്തൊക്കെ മെത്തഡോളജി ഓഫ് ലിറ്ററേച്ചർ വളരെ പ്രധാനപ്പെട്ടതാണ്. PG എൻട്രൻസുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകുമ്പോഴും മെത്തഡോളജി ഓഫ് ലിറ്ററേച്ചർ നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പേപ്പർ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കണം. ഇതിൽ പറയുന്ന തിയറികൾ അടിസ്ഥാനപരമായി നമ്മൾ പഠിക്കുന്നത് ഡിഗ്രി തലത്തിലാണ്. PGയിലേക്കൊക്കെ എത്തുന്ന സമയത്ത് അതിൻ്റെ വിവിധങ്ങളായ വശങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കുക. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ പേപ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടി നിങ്ങൾ മനസ്സിലാക്കുവാനും ഇതിൽ പറയുന്ന തിയറികൾക്കും മറ്റുമൊക്കെ ഒരു ബേസ്, അടിസ്ഥാനം ഇവിടെ വെച്ച് തന്നെ സ്ഥാപിച്ചെടുക്കാനും നിങ്ങൾ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിലേക്ക് കടക്കുന്നു. വാട്ട് ഈസ് ലിറ്ററേച്ചർ എന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം വരുന്നത്. രണ്ടാമത്തത് കാനൻ ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗവുമാണ് ഇതിൽ വരുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇനി ശേഷം പഠിക്കാനുള്ളത് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്താണെന്നും അതിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പറ്റും. ശേഷം വ്യത്യസ്തമായ ലിറ്ററേച്ചറുകളെ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറുകളെ നമുക്ക് പഠിക്കാൻ സാധിക്കും. കനേഡിയൻ ലിറ്ററേച്ചർ, ഓസ്ട്രേലിയൻ ലിറ്ററേച്ചർ, ഇന്ത്യൻ ലിറ്ററേച്ചർ, ആഫ്രിക്കൻ ലിറ്ററേച്ചർ, ഇങ്ങനെ വ്യത്യസ്തമായ തലത്തിലുള്ള ലിറ്ററേച്ചർ മേഖലകളിലേക്ക് കൂടെ പ്രവേശിക്കാൻ നമുക്ക് ഈ ചാപ്റ്ററിലൂടെ സാധിക്കും. ആദ്യമായി നമുക്ക് വാട്ട് ഈസ് ലിറ്ററേച്ചർ എന്നതിലേക്ക് കിടക്കാം. There has been various attempts to define literature. It can be defined as literature may be defined in different ways. Different people have different opinion about the literature. They have definitions in accordance with their perspectives. Here are some words or phrases which indicating different meanings of literature. First one, imaginative writing. Literature might be imaginative writing. ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ ഒരു കാര്യമാണ് ഇത് ഇമാജിനേറ്റീവ് റൈറ്റിംഗ് ആണ്. ഭാവന ലോകത്ത് നിന്നുകൊണ്ടുള്ള എഴുത്തുകളാണ് അതിലുണ്ടാവുക, യാഥാർത്ഥ്യങ്ങളല്ല. ഫാക്ച്വൽ, ദർ ഇസ് നോ ഫാക്ച്വൽ റൈറ്റിംഗ്, ഇമാജിനേറ്റീവ് റൈറ്റിംഗ്. Writing which uses language in particular ways. Language may be used in different ways, particular ways in literature. ലിറ്ററേച്ചറിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ ലാംഗ്വേജിന് ഉപയോഗിക്കുന്നു. വ്യത്യസ്തമായ രീതിയിൽ ഓരോ എഴുത്തുകാരും വ്യത്യസ്തമായ രീതിയിലാണ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. വ്യത്യസ്തമായ അർത്ഥതലങ്ങളിൽ അതിന് ഉപയോഗിക്കുന്നു. Discourse which is non-pragmatic and self-referential. It is a discourse, it is a communicating style which is non-pragmatic. The discourse ആണ്. Discourse means ways of communication എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. Uses language in particular ways. In this discourse which is literature is a discourse which is non-pragmatic and self-referential. It is not practical. It is non-pragmatic.
നോൺ പ്രാഗ്മാറ്റിക് സ്റ്റൈലിലാണ്, ഫിക്ഷണൽ സ്റ്റൈലിലാണ് അത് എഴുതിയിട്ടുള്ളത്. ആൻഡ് സെൽഫ് റെഫറൻഷ്യൽ, ഇറ്റ് ഈസ് ഓൾസോ സെൽഫ് റെഫറൻഷ്യൽ, ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ മനസ്സിലാക്കാവുന്നതാണ്. റൈറ്റിംഗ് ദാറ്റ് ഈസ് ഹൈലി വാല്യൂഡ്, നോൺ ഒബ്ജക്റ്റീവ്, ഇന്റർപ്രിറ്റേറ്റീവ് ആൻഡ് വാല്യൂ ബേസ്ഡ്. ഹൈലി വാല്യൂഡ്, വാല്യൂസിന് കുറേ അധികം പ്രാധാന്യം നൽകുന്ന റൈറ്റിംഗ്സ് ആണ് ലിറ്ററേച്ചർ എന്നുള്ള. ഹൈലി വാല്യൂഡ്, വളരെ വാല്യൂ നൽകപ്പെടുന്ന, ഹൈലി വാല്യൂഡ് മീൻസ് നന്നായി വാല്യൂ നൽകപ്പെടുന്ന ഒരു എഴുത്താകുന്നു ലിറ്ററേച്ചർ. നോൺ ഒബ്ജക്റ്റീവ്, we should say that, we should understand that literature is not objective, it is subjective. While I am writing a story, while I am writing a poem, while I am writing a novel, it is my perspective on that subject, it is my imagination on that subject. So it is not objective, it is subjective. My perspectives, my reflections, my thoughts, and also my uh, opinion about some of the topic may be presented in that novel, poem, or also story. So it is not ഒബ്ജക്റ്റീവ്, സബ്ജക്റ്റീവ് ആണ്. നോൺ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റീവ് ആണ്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. ഉദാഹരണത്തിന് MT വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന നോവൽ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തുള്ള ഒരുപാട് അനുഭവങ്ങൾ അതിലേക്ക് കൂട്ടിക്കലർത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. മൊത്തം ലോക സമൂഹത്തിൻ്റെ ആശയങ്ങൾ, അനുഭവങ്ങളല്ല. അദ്ദേഹം എങ്ങനെയാണോ ജീവിതത്തെ കണ്ടിട്ടുള്ളത് അതാണ് അതിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് നോൺ ഒബ്ജക്റ്റീവ് ആണ്. കവിതകൾ നമുക്കറിയാം, എല്ലാം മനസ്സിൻ്റെ റിഫ്ലക്ഷൻസ് ആണ്, മനസ്സിൽ തോന്നുന്ന തോന്നലുകളാണ് കവിതകൾ ആയിട്ട് വരുന്നത്. Interpretative and value based, also literature is interpretative. Different meaning may be given there. വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഓരോ ലിറ്ററേച്ചറിനും കൊടുക്കാൻ നമുക്ക് പറ്റും. ഇന്റർപ്രിറ്റേറ്റീവ് ആണ്, വ്യാഖ്യാനിക്കാൻ പറ്റുന്നതാണ്. വാല്യൂ ബേസ്ഡ് ആണ്, അതാണ് ഞാൻ ആദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. വാല്യൂ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ലിറ്ററേച്ചർ എഴുതിയിട്ടുണ്ടാവുക. ഇതൊക്കെ അങ്ങനെയൊക്കെയുള്ള എഴുത്തായിട്ട് ലിറ്ററേച്ചറിനെ കാണുന്ന ചിലരുണ്ട്. റൈറ്റിംഗ് ദാറ്റ് യൂസസ് നറേറ്റീവ് ടു പ്രസന്റ് ഹ്യൂമൻ കണ്ടീഷൻ ഇസ്തറ്റിക്കലി, മനുഷ്യൻ്റെ ജീവിതാവസ്ഥകളെ സൗന്ദര്യാത്മകമായി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നറേറ്റീവ് ടെക്നിക്കിനെ ഉപയോഗിക്കുന്ന ഒരു റൈറ്റിങ്ങിനെയാണ് നമ്മൾ ലിറ്ററേച്ചർ എന്ന് പറയുക എന്നൊരു അഭിപ്രായമുണ്ട്. ദാറ്റ് യൂസസ് നറേറ്റീവ് മീൻസ് നറേഷൻ, ടെല്ലിംഗ് ദ സ്റ്റോറി, അതാണ് നറേറ്റീവ് എന്ന് പറഞ്ഞാൽ, സ്റ്റോറി പറയുക. യൂസസ് നറേറ്റീവ് ടെക്നിക് ടു പ്രസന്റ് ഹ്യൂമൻ കണ്ടീഷൻ എസ്തെറ്റിക്കലി. ഹ്യൂമൻ കണ്ടീഷൻ മീൻസ് ദിസ് ഹ്യൂമൻ എങ്ങനെയാണ് മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, അവൻ്റെ വ്യത്യസ്തമായ ജീവിതാവസ്ഥകളെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇസ്തറ്റിക്കലി മീൻസ് സൗന്ദര്യാത്മകമായിട്ട്, വളരെ അത് വായിക്കുന്ന ആളുകളിലെ മനസ്സിലേക്ക് വളരെ സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. എത്ര ട്രാജിക് ആയിട്ടുള്ള ഇവൻറ്റുകൾ, ട്രാജിക് ആയിട്ടുള്ള നോവലുകളും ട്രാജഡികളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, കേട്ടാൽ, വായിച്ചു കഴിഞ്ഞാൽ, മീൻസ് ലിറ്ററേച്ചർ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഒരു ഇസ്തറ്റിക് ഇൻവോൾവ്മെന്റ് നമ്മുടെ മനസ്സിലുണ്ടാവും. നമുക്കൊരു നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ തരം സുഖം നമുക്ക് അനുഭവപ്പെടും. അതിനെയാണ് നമ്മൾ ലിറ്ററേച്ചറിലൂടെ മനസ്സിലാക്കാൻ, ഹ്യൂമൻ കണ്ടീഷനിലെ ലിറ്ററേച്ചറിലൂടെ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക അവസ്ഥയാണത്. ഇങ്ങനെ നറേറ്റീവ് ടെക്നിക്ക് ഉപയോഗിച്ച് ഹ്യൂമൻ കണ്ടീഷൻ സൗന്ദര്യാത്മകമായി പറയുന്നതിനെയാണ് എന്ത് പറയുക, ലിറ്ററേച്ചർ എന്ന് പറയുക. വളരെ വ്യത്യസ്തമായ ഒരുപാട് രീതി, ഹ്യൂമൻ കണ്ടീഷൻ വ്യത്യസ്തമായ രീതിയിലും അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കഥകളും ഒക്കെ നമുക്ക് ഇംഗ്ലീഷിലും അതേപോലെ തന്നെ മലയാളത്തിലൊക്കെ കാണാനും കേൾക്കാനും നമ്മൾ വായിക്കാനൊക്കെ ഇടയായിട്ടുണ്ട്. ഇത്രയും കാലത്തിനിടയിൽ പലതും നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹിയർഡ് മെലഡീസ് ആർ സ്വീറ്റ് ആൻഡ് ദോസ് ഹു അൺഹിയർഡ് ആർ സ്വീറ്റസ്റ്റ് എന്ന് നമ്മൾ ഓഡോൺ എ ഗ്രേഷ്യൻ ഏൺ എന്ന കവിതയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ആ ഒരു കവിതയിൽ, നമ്മൾ പഠിച്ച കവിതയിൽ നമുക്കറിയാം, മനുഷ്യാവസ്ഥയെ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഒരാൾ ഒരു സംഗീതോപകരണം വായിച്ചു കൊണ്ടിരിക്കുന്നു, പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അടുത്ത് പ്രേമത്തിൽ അകപ്പെട്ടുകൊണ്ട് ഒരാൾ നിൽക്കുന്നു.
ഇവർ തമ്മിലുള്ള ഈ എന്താ പറയുക ഈ ഒരു ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഹ്യൂമൻ കണ്ടീഷൻ വളരെ മനോഹരമായിട്ട് ഇസ്തറ്റിക്കലി, അത് മനുഷ്യൻ്റെ അവസ്ഥ ഇസ്തറ്റിക്കലി നമുക്ക് പറഞ്ഞു തരികയാണ്. ഹിയർഡ് മെലഡീസ് ആർ സ്വീറ്റ് ആൻഡ് ദോസ് ഹൂ അൺഹിയർഡ് ആർ സ്വീറ്റസ്റ്റ് എന്നത്. അപ്പോൾ ഇത് ഒരു ഹ്യൂമൻ കണ്ടീഷന് നെറേറ്റീവ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് നരേഷൻ ഒരു കഥ പറഞ്ഞു തരുന്നത് പോലെ പറയുന്നു. ആൻഡ് റൈറ്റിംഗ് ദാറ്റ് ഈസ് ഐഡിയോളജിക്കൽ റൈറ്റിംഗ് ആണ്. ഒരുപാട് ഐഡിയോളജികൾ നമുക്ക് തരുന്നതാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് കമൻറ്റുകൾ ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഐഡിയോളജിയെ തരുന്ന ഒരുപാട് പുസ്തകങ്ങൾ നമുക്കറിയാം. വളരെ ഇപ്പോൾ പഴയ കാലത്തുള്ള പോയറ്റിക്സ് മുതൽ തന്നെ നമുക്ക് തുടങ്ങാം. പ്ലാറ്റോയുടെ മുതൽ തന്നെ, അരിസ്റ്റോട്ടിൽ മുതൽ തന്നെ നമുക്ക് പറയാം. ഇതിലൊക്കെ അതിനുശേഷം വന്ന എഴുത്തുകാരൊക്കെ ഐഡിയോളജിക്കൽ സ്റ്റാൻസുകൾ റെപ്രസെൻ്റ് ചെയ്യുന്ന പിന്നെ പുസ്തകങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ വാട്ട് ഈസ് ലിറ്ററേച്ചർ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റില്ല എന്നാണ് നമുക്ക് എവിടെയും കാണാം. ഇങ്ങനെയൊക്കെയാണ് ലിറ്ററേച്ചർ, ഇങ്ങനെയൊക്കെ ആവാം ലിറ്ററേച്ചർ. ലിറ്ററേച്ചർ മേ ബി നമുക്കറിയാം, ലിറ്ററേച്ചറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് വെൻ ഡിഡ് ലിറ്ററേച്ചർ എമേർജ് ആസ് എ ഡിസിപ്ലിൻ വി ഷുഡ് നോട്ട് നോ കറക്റ്റ്ലി. It was in the 19th century that the discipline became more systemized due to the introduction of new universities. പുതിയ യൂണിവേഴ്സിറ്റികളൊക്കെ വരുന്ന സമയത്ത് ഒരു ലിറ്ററേച്ചറിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് 19ാം നൂറ്റാണ്ടിലാണ്. ഡ്യൂറിങ് ദിസ് പീരിയഡ് we know literature didn't mean a body of writing but included what we would call history, biography, philosophy, sociology, science, as much more. These subjects were included in literature in those times in 19th century. Physics, philosophy, biography, history, these subjects were included. It included every written word, and writers like Wordsworth and Coleridge often tried to distinguish between the literary and scientific. And writers like Wordsworth and Coleridge, they tried to distinguish between literature and scientific writing. What is literature and what is scientific writing? എന്നൊക്കെ വേർഡ്സ്വർത്തും കോളറിഡ്ജൊക്കെ വേർതിരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ അവരും നടത്തിയിട്ടുണ്ട്. സോ ലിറ്ററേച്ചർ റെഫേർഡ് ടു എനി റൈറ്റിംഗ് വിച്ച് ഈസ് ഫിക്ഷണൽ, ഡ്രമാറ്റിക് ആൻഡ് പോയറ്റിക് ദാറ്റ് എക്സ്പ്രസ്ഡ് എ യൂണിവേഴ്സൽ ട്രൂത്ത്. ഇതൊരു കമൻ്റാണ്. പിന്നെ ഇറ്റ് ഈസ് ഫിക്ഷണലായിരിക്കും, യാഥാർത്ഥ്യമല്ല, ഫാക്ച്വൽ അല്ല. ഡ്രമാറ്റിക്, ആൻഡ് ഇറ്റ് ഈസ് ആൾസോ ഡ്രമാറ്റിക് ആൻഡ് പോയറ്റിക് ആൻഡ് ദാറ്റ് എക്സ്പ്രസ്ഡ് ഇൻ യൂണിവേഴ്സൽ ട്രൂത്ത്. ആൻഡ് also it expressed a universal truth. In literature, in one piece of the poem we could get a universal truth. ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ചില വാക്കുകൾ, ഒരു സാർവലൗകികമായ സത്യങ്ങളെ നമുക്ക് കിട്ടുന്നതാണ് പല കവിതകളിലും ഉണ്ടാവുക എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെയാണ് ലിറ്ററേച്ചറിനെ കുറിച്ച് വാട്ട് ഈസ് ലിറ്ററേച്ചർ എന്നതിൻ്റെ പ്രാഥമികമായി നമുക്ക് പറയാൻ പോകുന്നത്. ഇൻ വാല്യൂ ഓഫ് ലിറ്ററേച്ചർ, ലിറ്ററേച്ചർ ഡസ് നോട്ട് മീൻ ഓൾ റൈറ്റിംഗ്. Literature does not mean all writings. All writings should not be considered as literature. Only those writings that follow certain principles and values are called literature. Only the writings which follow some of the rules and principles are called literature. There are some rules and principles which is coordinated or which is ordained by our prominent writers and also the universities during this time, and when a man writes according to these principles and rules, it is considered as literature. These principles that determine the value of literature are the criteria for the formation of a literary canon. ഇങ്ങനെ ഉണ്ടാക്കുന്ന പ്രിൻസിപ്പിൾസ്, കുറച്ച് നിയമങ്ങൾ, ഈ നിയമങ്ങൾക്കനുസരിച്ചൊക്കെ എഴുതിയാലേ ലിറ്ററേച്ചർ ആയി കണക്കാക്കുള്ളൂ എന്നുള്ള തോന്നൽ. ദാറ്റ് ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് ലിറ്ററേച്ചർ. ആ നിയമങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ വാല്യൂ ഓഫ് ലിറ്ററേച്ചറിനെ അളക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ആ ഒരു പ്രിൻസിപ്പിൾ ആർ ദ ക്രൈറ്റീരിയ ഫോർ ദ ഫോർമേഷൻ ഓഫ് ലിറ്റററി കാനൻ. ലിറ്റററി കാനൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നിയമം വെച്ചാൽ ലിറ്റററി കാനൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു കാരണം, അതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പിൾസ് ആണ്, ഈ ഒരു നിയമമാണ്. ലിറ്റററി കാനൻ്റെ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അക്കോർഡിംഗ്ലി ലിറ്ററേച്ചർ ദാറ്റ് ഫൈൻഡ്സ് എ പ്ലേസ് ഇൻ ദ കരിക്കുലം ഓഫ് യൂണിവേഴ്സിറ്റീസ് ഈസ് കാൾഡ് ആസ് ഗുഡ്, ഒഫീഷ്യൽ ആൻഡ് കാനോണിക്കൽ. ചില സമയത്തൊക്കെ പറയുന്ന ഒരു ഇതാണ്, വെൻ എ ലിറ്ററേച്ചർ ഫൈൻഡ്സ് ഇറ്റ് ഈസ് പ്ലേസ് ഇൻ യൂണിവേഴ്സൽ കരിക്കുലം, യൂണിവേഴ്സിറ്റീസ് കരിക്കുലം, it is called good, official and canonical.
when some of the poems, some of the writings gets understood, or gets, or it is what when it is accepted by the university's curriculum, it is called good, official, canonical. യൂണിവേഴ്സിറ്റിയുടെ കരിക്കുലത്തിൽ വന്ന റൈറ്റിങ്സ് ആകുമ്പോൾ അതിനെ ഗുഡ്, നല്ലതാണ്, ഒഫീഷ്യലാണ്, കാനോനിക്കലാണ് എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ചില ചെറിയ ചെറിയ മാനദണ്ഡങ്ങളാണ്, അങ്ങനെയൊക്കെ ആവാനുള്ള ഒരു മാനദണ്ഡമാണ്. ഇനി നമുക്ക് കാനൻ ഫോർമേഷനിലേക്ക് കിടക്കാം. കാനൻ എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ അതിനർത്ഥം, കാനൻ ഇൻ ഗ്രീക്ക് സിഗ്നിഫൈസ് എ മെഷറിംഗ് റോഡ് ഓർ എ സ്കെയിൽ. കാനൻ വിത്ത് കെ കേട്ടോ. ഗ്രീക്കിൽ കാനൻ എന്ന് പറഞ്ഞാൽ മെഷറിംഗ് റോഡ് ഓർ സ്കെയിൽ, അളവ് പാത്രത്തെ അല്ലെങ്കിൽ അളവ് മെഷീനെ അല്ലെങ്കിൽ സ്കെയിലിനെ, പിന്നെ നമ്മളൊരു യാർഡ് സ്റ്റിക്കിനെ അളവ് കോൽ എന്ന് പറയാം. ആ അളവ് കോലിനെയാണ് കാനൻ എന്ന് ഗ്രീക്കിൽ പറഞ്ഞത്, അളക്കാനുള്ള മാർഗം. അപ്പോൾ ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള അളക്കാനുള്ള ഒരു സംഭവം ഉണ്ടാവില്ലേ, അതിനാണ് അളക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള മാർഗത്തെയാണ് കാനൻ എന്ന് പറഞ്ഞിരുന്നത്. The term canon was originally applied to Christian religious texts in the Middle Ages, which were designated by the church authorities as comprising the genuine holy scriptures. In the middle centuries, we know that there were many religious texts in Christianity. The writers or the thinkers, they emerged in different parts of the world. They wrote about the Christianity, they have their own books in Christianity, and there may be some fake books about the Christianity. So they want to differentiate the fake from the original. Which is good, it should be distinguished from the fake. So they made a canon, they made some rules and principles that should be considered. By these rules and principles, some of the books may be considered as canonical, which means which is accepted, which is original. ചില സമയത്ത് പിന്നെ ഗ്രീക്ക് മിഡിൽ സെഞ്ചുറിയിൽ, മധ്യകാലഘട്ടത്തിൽ ക്രിസ്ത്യാനിറ്റിയിൽ ഒരുപാട് റിലീജിയസ് ടെക്സ്റ്റുകൾ പലരും എഴുതിയിട്ട് വന്നു. അപ്പോൾ നല്ലതിനെ ചീത്തയിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ട്, ഏതാണ് ഒറിജിനൽ ടെക്സ്റ്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള, ചേർച്ച് ഉണ്ടാക്കിയിട്ടുള്ള ചില നിയമങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, കാനൻ എന്ന് പറയുക. ആദ്യം അത് ഉപയോഗിച്ചിരുന്നത്, ആ നിയമം ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാം ഇത് നല്ല പുസ്തകമാണ്. ഈ കാനൻ ഉപയോഗിച്ച് അളന്ന് നോക്കുന്ന സമയത്ത് ഇത് നല്ലതാണ്. ഈ കാനൻ ഉപയോഗിച്ച്, ഈ നിയമം, ഈ സ്കെയിൽ ഉപയോഗിച്ച് അളക്കുന്ന സമയത്ത് ഇത് ചീത്തയാണ്. അങ്ങനെയൊക്കെ അവർ പറഞ്ഞു. Later the term was used in literature to signify the list of secular literary works accepted as really written by a particular author. Later this was used in literature to distinguish the writings of a particular author. ഇപ്പോൾ ഉദാഹരണം ഷേക്സ്പിയർ, ഒരു പെർട്ടിക്കുലർ ഓഥർ. ഷേക്സ്പിയറുടേതാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡ്രാമകൾ വന്നു. അപ്പോൾ ഇത് ഏതൊക്കെയാണ് ഷേക്സ്പിയറിൻ്റെത് എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന റോഡ്, മെഷറിംഗ് റോഡ്, ഒരു സ്കെയിൽ. അപ്പോൾ ഡിസ്റ്റിങ്വിഷ്ഡ് ഓഥറിൻ്റെ റൈറ്റിങ്സിനെ പിന്നെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് ആദ്യകാലത്ത് ഇത് ഉപയോഗിച്ചിരുന്നത്. Thus we have the Shakespearean canon, the Milton canon and so on. ഷേക്സ്പിയർ എഴുതിയ ഒരു രീതി ഉണ്ടാവും, അതുകൊണ്ട് ഷേക്സ്പിയറിയൻ കാനൻ. ഷേക്സ്പിയർ എഴുതുകയാണെങ്കിൽ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുള്ളൂ. ഷേക്സ്പിയർ എഴുതുകയാണെങ്കിൽ ഇന്ന രീതിയിലേ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ, ഇന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. മിൽട്ടൺ ഉപയോഗിച്ചപ്പോൾ ഇന്ന രീതിയൊക്കെയാണ് ഉണ്ടായിരുന്നത്, ഇതാണ് മിൽട്ടൻ്റെ രീതി എന്ന് നമ്മൾ കൃത്യമായി പറയുന്നതിനെയാണ് ഷേക്സ്പിയർ കാനൻ, മിൽട്ടൺ കാനൻ എന്നൊക്കെ പറയുന്നത്. അവരുടെ കൃതികളെ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി വാക്കിയെടുക്കാനുള്ള ശ്രമം. ശേഷം ചില ആളുകൾ അവരുടെ കാനൻ വെച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. ചില ആളുകൾ മിൽട്ടൻ്റെ കാനൻ വെച്ച് എഴുതിയിട്ടുണ്ട്, ചില ആളുകൾ ഷേക്സ്പിയർ കാനൻ വെച്ച് എഴുതിയിട്ടുണ്ട്. അതൊക്കെ നടന്നിട്ടുള്ളതാണ്. According to M.H. Abraham, canon formation is the social process by which a writer or literary work, writer, not with a writer, there is a spelling mistake there, by which a writer, not with a, by which a writer or literary work comes to be tacitly recognized as canonical. അപ്പോൾ അക്കോർഡിംഗ് ടു എം എച്ച് എബ്രഹാംസ് എന്ന് പറയുന്ന ലിറ്റററി, ഇത് ഈ മെത്തഡോളജി ഓഫ് ലിറ്ററേച്ചർ നമ്മൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്
പിന്നെ എം എച്ച് എബ്രഹാംസ്, അദ്ദേഹത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. അപ്പോൾ എം എച്ച് എബ്രഹാംസൻ പറഞ്ഞിട്ടുള്ളത് കാനൺ ഫോർമേഷൻ ഈസ് ദ സോഷ്യൽ പ്രോസസ്. ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ് ബൈ വിച്ച് എ റൈറ്റർ ഓർ ലിറ്റററി വർക്ക്, ഈ ഒരു സോഷ്യൽ പ്രോസസ്സിലൂടെ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു വർക്ക് കംസ് ടു ബി ടാസിറ്റ്ലി റെക്കഗ്നൈസ്ഡ് ആസ് കാനോനിക്കൽ. ഇത് നിയമപരമാണ്, ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, ഇത് നല്ല ലിറ്ററേച്ചറാണ് എന്ന് ഇയാൾ നല്ലത് മാത്രമേ എഴുതുള്ളൂ എന്ന് തീരുമാനിക്കുന്ന തരത്തിലേക്ക് ഒരു എഴുത്തുകാരനോ ഒരു ലിറ്റററി വർക്കോ എത്തുന്ന സോഷ്യൽ പ്രോസസ്സിനെയാണ് കാനൺ ഫോർമേഷൻ എന്ന് പറയുക. കാനൺ ഫോർമേഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതിൻ്റെ ദ പ്രോസസ് ദാറ്റ് ഡിറ്റർമൈൻസ് എ വർക്ക് കാനോനിക്കൽ ഇൻക്ലൂഡ്സ്. ആ കാനോനിക്കലായിട്ടൊരു വർക്ക് മാറാനുള്ള കുറേ പ്രോസസ്സുകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ പ്രോസസ്സിനെ കുറിച്ചിട്ട് എം എച്ച് എബ്രഹാംസ് തന്നെ പറയുന്ന ഒരു കോട്ടാണ്: എ ബ്രോഡ് അക്യൂറൻസ് ഓഫ് critics, scholars and writers, not with us, writers, with diverse viewpoints and sensibilities. എ ബ്രോഡ് അക്യൂറൻസ്, ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ക്രിട്ടിക്കുകൾ, സ്കോളേഴ്സ്, റൈറ്റേഴ്സ്, വിത്ത് ഡൈവേഴ്സ് വ്യൂ പോയിന്റ്സ് ആൻഡ് സെൻസിബിലിറ്റീസ്, വ്യത്യസ്തമായ അഭിപ്രായങ്ങളിലൂടെയൊക്കെ ഒരു വർക്കിനെ സമീപിക്കുക. എല്ലാവരും ഒരുപാട് പേര് ചർച്ച ചെയ്ത ഒരു പുസ്തകമായി മാറുക. ദ പെർസിസ്റ്റന്റ് ഇൻഫ്ലുവൻസ് ഓഫ് ആൻഡ് റെഫറൻസ് ടു ആൻ ഓതർ ഇൻ ദ വർക്ക്സ് ഓഫ് അതർ ഓതേഴ്സ്. മറ്റു എഴുത്തുകാര് ഒരു എഴുത്തുകാരനെ പിന്നെ നിരന്തരമായി കോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ദ പെർസിസ്റ്റന്റ് ഇൻഫ്ലുവൻസ്, സ്വാധീനിക്കുക ഒരാളെ, ഓർ റെഫറൻസ് ടു, അല്ലെങ്കിൽ അയാളെ കോട്ട് റെഫറൻസ് ചെയ്യുക. ആൻ ഓതർ ഇൻ ദ വർക്ക്സ് ഓഫ് അതർ ഓതേഴ്സ്, ഒരു ഓതറെ മറ്റുള്ള ഓതേഴ്സ് നിരന്തരമായി റെഫറൻസ് ചെയ്യുകയും അതേപോലെ തന്നെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം കാനോനിക്കലാണ്. ദ ഫ്രീക്വന്റ് റെഫറൻസ് ടു ആൻ ഓതർ ഓർ വർക്ക് വിത്തിൻ ദ ഡിസ്കോഴ്സ് ഓഫ് കമ്മ്യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റിയുടെ ഡിസ്കോഴ്സിൽ, അവരുടെ കോൺവെർസേഷനിൽ നിരന്തരമായിട്ട് ഒരു എഴുത്തുകാരൻ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഉദാഹരണം എം ടി വാസുദേവൻ നായർ, ഒ വി വിജയന്, എം മുകുന്ദന്, പിന്നെ ആനന്ദ് അടക്കമുള്ള എഴുത്തുകാർ മലയാളത്തിലെ ലിറ്ററേച്ചർ എഴുതുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ മുമ്പിലേക്ക് വരും. അവർ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ആൻഡ് വൈഡ് സ്പ്രെഡ് അസൈൻമെന്റ് ഓഫ് എൻ ഓതർ ഓർ ടെക്സ്റ്റ് ഇൻ സ്കൂൾ ഓർ കോളേജ് കരിക്കുലം, കോളേജ് സ്കൂൾ കരിക്കുലത്തിലൊക്കെ ഈ എഴുത്തുകാരുടെ എഴുത്തുകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് ചില സോഷ്യൽ പ്രോസസ്സ്. ഈ പ്രോസസ്സിലൂടെയാണ് ഒരു എഴുത്തുകാരൻ അറിയപ്പെട്ട് വരുന്നത്, ഒരു എഴുത്തുകാരനെ കാനോനിക്കലായി മാറുന്നത്. ഇത് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു സെന്റൻസ് ആണ്. എ പ്രോസസ് ആണ്, എ പ്രോസസ് ദാറ്റ് ഡിറ്റർമൈൻസ് എ വർക്ക് കാനോനിക്കൽ. ഒരു വർക്കിനെ കാനോനിക്കലായി മാറ്റുന്ന പ്രോസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിന് ഈ കോട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ പഠിച്ചു വെക്കണം. നെക്സ്റ്റ്, കാനൺ ഫോർമേഷനിലെ മെനി ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഓഫ് ദി 20th century ലൈക്ക് ടി.എസ്. എലിയറ്റ്, ജെയിംസ് ജോയ്സ് ആൻഡ് വെർജീനിയ വൂൾഫ്, as well as present-day writers like V.S. Naipaul and Salman Rushdie among others have achieved this status. നമുക്കറിയാം, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളാണ് ടി.എസ്. എലിയറ്റ്, ജെയിംസ് ജോയ്സ്, വെർജീനിയ വൂൾഫ്. ഇവരൊക്കെ ഈ കാനോൻ പാസ്സായിട്ടുള്ള ആളുകളാണ്. ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ, കവിതകൾ, നോവലുകൾ, അതേപോലെ തന്നെ സ്റ്റോറീസൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആളുകൾ കൂടുതൽ ചർച്ച ചെയ്യുന്നു. പിന്നെ പുസ്തകങ്ങളിലൊക്കെ, പിന്നെ യൂണിവേഴ്സിറ്റി സിലബസിലൊക്കെ വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള പഠനങ്ങൾ ഇതിനെക്കുറിച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് കാനോനിക്കൽ. ഇതൊക്കെ പഴയ എഴുത്തുകാരാണ്. 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തുണ്ടായിരുന്ന എഴുത്തുകാർ. V.S. നൈപോൾ, സൽമാൻ റുഷ്ടി അടക്കമുള്ള 71ാം നൂറ്റാണ്ടിലും ജീവിച്ചിട്ടുള്ള എഴുത്തുകാർ. ഇവരുടേതും അങ്ങനെ തന്നെയാണ്. Presently the canon has become an area of dispute. ഇന്നത്തെ കാലത്ത് ഈ canon it is an area of dispute. ഈ canon ഒരു ഏരിയ ഓഫ് ഡിസ്പ്യൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് തർക്കമുണ്ട്, ആരുടെ കാനനാണ് ഞങ്ങൾ അംഗീകരിക്കേണ്ടത്. Opposition to the established canon has become an important area of concern for different types of critics like deconstructive, feminist and Marxist critics. Deconstructive writers. What is deconstruction? നമുക്ക് ലേറ്റർ പഠിക്കാനുള്ളതാണ്. ഡീകൺസ്ട്രക്റ്റീവ് എഴുത്തുകാർ, അതേപോലെ തന്നെ ഫെമിനിസ്റ്റ് എഴുത്തുകാർ, മാർക്സിസ്റ്റ് ക്രിട്ടിക്കുകൾ, ഇവരുടെയൊക്കെ അഭിപ്രായത്തിൽ ഇന്ന് നിങ്ങൾ പറയുന്ന കാനൻ അല്ല ശരി, വേറെയും ആളുകൾ ഇതിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ട് ഉള്ളിലേക്ക് വരാൻ, അവരെയും കൂടെ ഉൾപ്പെടുന്ന കാനൻ ഉണ്ടാക്കണം എന്ന് പറയുന്ന വിഭാഗം, വ്യത്യസ്തമായ തരത്തിലുള്ള ചിന്താഗതിയുണ്ട്. പോസ്റ്റ് മോഡേൺ റൈറ്റിംഗ്സിന്റെ ഭാഗമായിട്ട്, പോസ്റ്റ് കൊളോണിയൽ എഴുത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വ്യത്യസ്തമായ തരത്തിലുള്ള എഴുത്തുകൾ, ദളിത്
ദളിത് അനുഭവങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ലിറ്ററേച്ചർ കടന്നു വരണം. അവർക്ക് കാനൻ, നിങ്ങളുടെ കാനൻ അനുസരിച്ച് ഇവർക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് അവരുടെ കാനൻ വേറെയാണ്. ആ കാനൻ, നിങ്ങൾ കാനൻ വിശാലമാക്കണം. പിന്നെ സ്ത്രീ എഴുത്തുകൾ, ഇന്ന് നമുക്കറിയാം, പിന്നെ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതാനുഭവങ്ങളുള്ള ആളുകളുണ്ട്. അഭയാർത്ഥികളുടെ എഴുത്തുകൾ, അതേപോലെ തന്നെ മൈഗ്രൻ്റ് ആയിട്ടുള്ള ആളുകളുടെ എഴുത്തുകൾ, അതേപോലെ തന്നെ പിന്നെ തേർഡ് വേൾഡ് കൺട്രീസിൽ നിന്ന് വരുന്ന ആളുകളുടെ എഴുത്തുകൾ, ആഫ്രിക്കൻ റൈറ്റേഴ്സ് പറയുന്നത് നിങ്ങളൊന്നും അനുഭവിച്ചിട്ടുള്ള അനുഭവമല്ല ഞങ്ങളുടേത്, നിങ്ങളുടെ ജീവിത രീതിയല്ല, ശൈലിയല്ല ഞങ്ങളുടേത്. അതുകൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഞങ്ങൾ എഴുതണം. നിങ്ങളുടെ കാനന്റെ പുറത്തു നിന്നാണ് ഞങ്ങളെയും ഉൾപ്പെടുത്തുന്ന ഒരു കാനൻ വേണം എന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. സോ the boundary of the canon should be broadened, and the people who are excluded from this boundary should be included. And there are different groups of people who are shouting against the prominent or dominant canon, which is considered as canonical, which is considered as prominent. It is also Eurocentric, against the Eurocentric writings. യൂറോപ്പാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നും യൂറോസെൻട്രിക് ആണ് എന്നും യൂറോസെൻട്രിക് ആയിട്ടുള്ള ഒരു കാനനിൽ നിന്ന് പുറത്തു കിടക്കണമെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. We know the people who are coming from the different parts of the world, like Latin America, Africa, Australia, Canada, India, and they are writing very well in English, and they have also their opinion in their mother tongue also. The people who are writing in their mother tongue should not be considered in the earlier times, but now these books were translated into English and other languages, and it is also considered by the people from the people who are speaking English also. We know the Latin American works of Gabriel Garcia Marquez, well discussed, well established, and also he also presented different models of writings into the literature, and his works were written in his original mother tongue, but later these were translated into English, and from the English there were into many languages, like in Malayalam also. We have many books of Marquez. ഗബ്രിയേൽ ഗാർസിയ മാർക്കേഴ്സിന്റെ ലാറ്റിൻ അമേരിക്കൻ ലാംഗ്വേജിൽ എഴുതിയ പുസ്തകം പിന്നീട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പൊ ഇംഗ്ലീഷിൽ എഴുതിയാൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാലത്തിൽ നിന്ന് നമ്മൾ മാറി. when we are writing in mother tongue, it also be considered as good work. പിന്നീട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് മലയാളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കോളറക്കാലത്തെ പ്രണയം, അതേപോലെ തന്നെ 100 years of solitude, ഏകാന്തതയുടെ 100 വർഷങ്ങൾ, ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ അടക്കമുള്ള വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വ്യത്യസ്തമായ ടൈപ്പിലുള്ള പുസ്തകങ്ങൾ നമുക്കറിയാം. ഇപ്പോ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നതിന് അവാർഡുകൾ വരെ, പുലിസ്റ്റർ പ്രൈസ് ഒക്കെ അങ്ങനെ കൊടുക്കുന്നതാണ്. മദർ ടങ്ങിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്ന കൃതികൾക്ക് ഒക്കെ കൊടുക്കുന്ന അവാർഡുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. So an important accusation is that the standard canon represents the dominant white male European middle and to upper class ideology. Dominant white-ന്റെ മെയിൽ, അതേപോലെ യൂറോപ്യൻ മിഡിൽ ടു അപ്പർ ക്ലാസ് ഐഡിയോളജി ആണ് പിന്നെ കാനൻ ഒക്കെ ഉള്ളത്. എല്ലാ കാനനുകളും അതനുസരിച്ചാണ് ഉള്ളത് എന്ന ഒരു അഭിപ്രായം അതിനെതിരെ. സോ ഡൊമിനന്റ് വൈറ്റ്, ഹു ആർ ദ ഡൊമിനന്റ് വൈറ്റ്സ്? അപ്പോൾ നമ്മൾ an important accusation is that the standard canon represents the dominant white male European middle to upper class ideology.
അപ്പോൾ പിന്നെ മെയിൽ ആളുകൾ, സ്ത്രീകൾ എഴുതിയാൽ അതിന് അംഗീകരിക്കാത്ത കാലം ഉണ്ടായിരുന്നു. യൂറോപ്യൻ മിഡിൽ ടു അപ്പർ ക്ലാസ് ഐഡിയോളജിക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലം, അതിൽ നിന്ന് മാറണമെന്ന് പറയുന്നതിനെയാണ്, അങ്ങനെയുള്ള ഒരു അഭിപ്രായമാണ് ഇന്നത്തെ കാലത്ത് ഉള്ളത്. ഗൗരി വിശ്വനാഥൻ മാർക്സ് ഓഫ് കോൺക്വസ്റ്റ്, ലിറ്റററി സ്റ്റഡി ആൻഡ് ബ്രിട്ടീഷ് റോൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഹാസ് കൺക്ലൂസീവ്ലി ഷോൺ ദാറ്റ് the canon English is indirectly related to British imperialism. The canon that now existed is related to British imperialism. It is related to British imperialism. British people who made their colonial rules around all over the world, they made their own canons. നമുക്ക് പഴയ പുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. പിന്നെ വളരെ വ്യക്തമായിട്ട് മനുഷ്യനെ പിന്നെ അടിമകളാക്കി വെക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ വരെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വന്നു പോയിട്ടുണ്ട്. റുഡിയാർഡ് കിപ്ലിങ്ങിന്റെ ഒരു തിയറി തന്നെ ഉണ്ട്, നിങ്ങൾ ഒരു പക്ഷെ പഠിച്ചിട്ടുണ്ടാവാം. അതിൽ പിന്നെ വൈറ്റ് മെൻസ് ബേർഡൻ, വെള്ളക്കാരന്റെ ഭാരമായിട്ട് ലോകത്തുള്ള അവരുടെ കോളനികളിലെ മുഴുവൻ ജനങ്ങളും മാറിയിരിക്കുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് അവരുടെ ഒരു കാനൻ മാറി. വെള്ളക്കാരൻ വലിയ ആളുകൾ, അവരുടെ ഒരു ഭാരമാണ് ബാക്കിയുള്ളവരൊക്കെ എന്ന തരത്തിലേക്ക് എഴുതുന്ന അങ്ങനെയൊക്കെ എഴുതിയാൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതി കൂടെ ഉണ്ടായി. സോ ദ കാനൻ ഈസ് ആൾസോ കൺസിഡേർഡ് ആസ് ദ കാനൻ ഓഫ് ബ്രിട്ടീഷ്, ദ കാനൻ ഓഫ് വൈറ്റ്, the canon of middle class, the canon of upper class, and the canon of colonizers. It should be demolished, and the people from the sidelines should be accepted. They should be given right to express their own views and values in their languages, in their views, in their mother tongue എന്നൊക്കെയുള്ള വാദങ്ങൾ ഉണ്ടായി. കാനൻ ഫോർമേഷനിൽ അലൻ ബ്ലൂംസ് The Closing of the American Mind, Harold Bloom's തന്നെ The Western Canon 1955, Dinesh D'Souza's Illiberal Educations, The Politics and Rise of Sects in Campuses 1991 have all strongly defended pluralism and multiculturalism against elitism and hierarchism in canon formation. അവരൊക്കെ പ്ലൂരലിസത്തിന് വേണ്ടി നിലനിന്നിട്ടുള്ള ആളുകളാണ്. വ്യത്യസ്തമായ വൈവിധ്യ ബഹുസ്വരതയ്ക്ക് വേണ്ടി, മൾട്ടികൾച്ചറലിസം ബഹുസ്വര സംസ്കാരത്തിന് വേണ്ടിയിട്ട് നിലനിന്നിട്ടുള്ള ആളുകളാണ്. എഗെയിൻസ്റ്റ് എലീറ്റിസം ഉയർന്ന ഒരു വിഭാഗം, അതിനെതിരെ. ആൻഡ് ഹൈറാക്കിസം ഉയർന്ന ശ്രേണീവൽക്കരണത്തിനെതിരെ. ചില ആളുകൾ ഉയർന്ന രീതിയിൽ, അതിന് താഴെ ചില ആളുകൾ അതിന് താഴെ. ഇൻ കാനൻ ഫോർമേഷൻ ഇന്ന് തന്നെ നമുക്കറിയാം, പലപ്പോഴും ദളിത് റൈറ്റിംഗ്സിനൊന്നും വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്നില്ല, സ്വീകാര്യത ലഭിക്കുന്നില്ല. അതെഴുതിയത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് അവാർഡ് കമ്മിറ്റികൾ പരിഗണിക്കുന്നില്ല. കാരണം അവരെഴുതിയത് അവരുടെ ജീവിതാനുഭവങ്ങൾ വെച്ചിട്ടാണ്. അതിനെ ഒരു വലിയ ലിറ്ററേച്ചറായി അംഗീകരിക്കുന്നില്ല. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയാ, ഇപ്പോൾ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ളതിന് കൂടുതൽ അവാർഡുകൾ കൊടുക്കുന്നു, ബാക്കിയുള്ളതിന് അവാർഡ് കൊടുക്കുന്നില്ല. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, പിന്നെ എലീറ്റിസം അല്ലെങ്കിൽ ഹൈറാക്കിസം എന്നൊക്കെ പറയുന്നത്. ഈ രീതിക്കെതിരെയാണ് കാനൻ ഫോർമേഷൻ എതിരെയാണ് നിലവിലുള്ള ചിന്തകളൊക്കെ വന്നിട്ടുള്ളത്. ഒരുപാട് മാറ്റങ്ങൾ കാനൻ ഫോർമേഷനിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പഴയ കാലത്ത് പിന്നെ TS എലിയറ്റ് വന്നതിന് ശേഷമാണ് നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് എന്ന് പറയപ്പെടുന്ന വളരെ പ്രശസ്ത ജോൺ ഡണ്ണിനെ പോലെയുള്ള ആളുകളൊക്കെ അറിയപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത്. ജോൺ ഡണ്ണ് അതുവരെയുള്ള കാനൻ വെച്ചിട്ട് ജോൺ ഡണ്ണിനൊന്നും അംഗീകരിച്ചിരുന്നില്ല. മെറ്റാഫിസിക്കൽ റൈറ്റേഴ്സ് ആയിരുന്ന ജോൺ ഡണ്ണിനൊന്നും ആരും അംഗീകരിച്ചിരുന്നില്ല. പിന്നീടാണ് പിന്നെ അദ്ദേഹത്തിന്റെ വർക്കുകളെയൊക്കെ TS എലിയറ്റ് ഒക്കെ അവലോകനം ചെയ്ത് അതിന് പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് സിലബസുകളിലും യൂണിവേഴ്സിറ്റികളൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. കാലങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ പ്രാധാന്യം ലഭിച്ച് വന്നിട്ടുള്ളത്. ഇതൊക്കെ ചരിത്രത്തിൽ നടന്നിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ വ്യത്യസ്തമായ ലിറ്ററേച്ചറുകളൊക്കെ എല്ലാവരും അംഗീകരിക്കുന്നു. ആ ലിറ്ററേച്ചറിലേക്കൊക്കെ കുറേയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ രീതികളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഇന്ന് സമൂഹങ്ങൾ റെഡി ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
So we can conclude here today. Later we can go to literatures in English എന്ന ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. Okay, thank you for listening to me. Thank you.